തമിഴ്നാട് യാത്രയിലെ 6ാമത്തെ ജില്ലയായ തൂത്തുക്കുടിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ബൈക്ക് സർവീസ് ചെയ്ത് തലേദിവസം തന്നെ തമിഴ്നാട് വരെ എത്തുന്നതിനുള്ള പെട്രോളും ഫില്ല് ചെയ്തു. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ 1 രൂപയുടെ കുറവുണ്ടാവും 1 ലിറ്റർ പെട്രോളിന്. തമിഴ്നാട് യാത്രകളിൽ സ്ഥിരം തിരഞ്ഞെടുക്കുന്ന തിരുവല്ലം കോവളം വഴിയുള്ള പുതിയ ഹൈവേ തന്നെ ഇപ്രാവശ്യവും തിരഞ്ഞെടുത്തു. നാഗർകോവിൽ കന്യാകുമാരി തിരുച്ചെന്തൂർ വഴിയുള്ള റോഡാണ് തൂത്തുക്കുടിയിലേക്ക് പോകാനായി തിരഞ്ഞെടുത്തത്. തിരുനെൽവേലി തൂത്തുക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഭൂപ്രദേശത്തിന് ചുവന്ന നിറമാണ്. തൂത്തുക്കുടിയിലേക്ക് പോകുന്ന വഴിക്ക് നിരവധി ദേവാലയങ്ങൾ കാണാൻ കഴിയും. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനപരമായി ഇവിടെ നിരവധി ദേവാലയങ്ങളുണ്ട്. അതിൽ ഒരു ദേവാലയമാണ് അതിശയമാതാ ദേവാലയം അല്ലെങ്കിൽ മണൽ മാതാ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ വിശേഷം പിൽഗ്രിം ചാപ്റ്ററിൽ വിശദമാക്കാം. തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള മറ്റൊരു ദേവാലയമാണ് മണപ്പാട് എന്ന സ്ഥലത്തുള്ള ഹോളി ക്രോസ് ദേവാലയം. കടലിനാൽ ചുറ്റപ്പെട്ട് ഒരു ചെറിയ കുന്നിന് മുകളിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന ചരിത്രമുറങ്ങുന്ന ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം വളരെ മനോഹരമാണ്. തമിഴ് നടൻ സൂര്യ അഭിനയിച്ച സിംഗം 2 ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്ത് വെച്ചാണ്. ഈ ദേവാലയത്തിൻ്റെ വിശേഷവും പിൽഗ്രിം ചാപ്റ്ററിൽ കാണിക്കാം. തൂത്തുക്കുടി ജില്ലയിൽപ്പെട്ട മറ്റൊരു പ്രസിദ്ധമായ ദേവാലയമാണ് മുൻകാലത്ത് നെടുവിളൈ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴ് മേഘനപുരം എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള സെയിൻറ്റ് പോൾസ് ചർച്ച്. ലണ്ടൻ ആർക്കിടെക്റ്റിൻ്റെ വൈദഗ്ധ്യം വിളിച്ചോതുന്ന 192 ഫീറ്റ് ഉയരമുള്ള ഈ ദേവാലയ ഗോപുരം 1868 പണിയെഴുപ്പിച്ചത്. മേഘനപുരം എന്ന വാക്കിനർത്ഥം പ്ലേസ് ഓഫ് ട്രൂ വിസ്ഡം എന്നാണ്. സെയിൻറ്റ് പോളിൻ്റെ പേരിലുള്ള ഈ ദേവാലയത്തിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിൽ നടക്കുന്ന അസന പണ്ടിഗൈ ആണ് ഏറ്റവും വലിയ ആഘോഷം. ഇവിടെ നിന്നും ഇനി 15 കിലോമീറ്ററാണ് തിരുച്ചെന്തൂരിനുള്ളത്. തിരുച്ചെന്തൂർ എത്തിയപ്പോഴേക്കും സമയം ഏകദേശം 3 മണിയോടെടുത്തു. വഴിക്കൊന്നും നല്ല ഹോട്ടൽ കാണാത്തതിനാൽ തിരുച്ചെന്തൂരിൽ നിന്നും ഊണ് കഴിക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഹോട്ടലിൽ നിന്നും പരിപ്പും സാമ്പാറും രസവും കൂടി ചേർന്നുള്ള വെജിറ്റേറിയൻ ഊണ് കഴിച്ചു. ഊണിന് 160 രൂപ ചാർജ് ചെയ്തു. ഞാൻ തിരുച്ചെന്തൂർ എത്തിയപ്പോഴേക്കും കുംഭാഭിഷേകത്തിൻ്റെ തിരക്കിലായിരുന്നു ക്ഷേത്രവും പരിസരവും. നിരവധി സ്റ്റാളുകളും ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള ഷെഡുകളും പല സ്ഥലത്തും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ പിൽഗ്രിം ചാപ്റ്ററിൽ വിശദമാക്കാം. തിരുച്ചെന്തൂരിൽ നിന്നും 37 കിലോമീറ്റർ ഉണ്ട് ഇനി തൂത്തുക്കുടിയിലേക്ക്. നേരം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ തൂത്തുക്കുടി എത്തുകയും അവിടെ ഒരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുകയും വേണം. തൂത്തുക്കുടിക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് റോഡിനിരുവശവുമുള്ള ഉപ്പുപാടങ്ങൾ. റോഡിനിരുവശവും ഇതുപോലുള്ള ഉപ്പുപാടങ്ങളും തരിശുഭൂമിയും മാത്രമാണ് ഉള്ളത്. വളരെ ശക്തമായ കാറ്റാണ് ഇവിടെ വീശുന്നത്. മാസ്കും ജാക്കറ്റും ഹെൽമറ്റും ഗ്ലൗസും എല്ലാം ധരിച്ചിട്ടുണ്ടെങ്കിലും ഈ മണൽക്കാറ്റ് വളരെ അസഹ്യത ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. 4:45 മണിയോടുകൂടി തൂത്തുക്കുടി എത്തിച്ചേർന്നു. ഇനി ഇവിടുത്തെ പോർട്ടും ഇവിടുത്തെ ബീച്ചും ഒന്ന് സന്ദർശിക്കണം. 2011 മുതൽ ഈ പോർട്ട് VO ചിദംബരനാർ പോർട്ട് ട്രസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ കാലാവസ്ഥയിലും മികച്ച സംരക്ഷണം നൽകുന്ന ഒരു തുറമുഖം കൂടിയാണ് തൂത്തുക്കുടി തുറമുഖം. പണ്ടുകാലത്ത് പേൾ ഫിഷ് ധാരാളം ലഭിച്ചിരുന്നതിനാൽ തൂത്തുക്കുടിയെ പേൾ സിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മാന്നാർ ഉൾക്കടലിൻ്റെ തീരത്താണ് തൂത്തുക്കുടി സ്ഥിതി ചെയ്യുന്നത്. ഈ യാത്ര തൂത്തുക്കുടി വരെ എന്നാണ് ആദ്യം ഉദ്ദേശിച്ചതെങ്കിലും ചില കാര്യങ്ങൾ അനുകൂലമായതിനാൽ 1 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് കരുതി. എൻ്റെ യാത്രകൾ പലതും ഇങ്ങനെയാണ്, പ്രീ പ്ലാൻഡ് ആയിരിക്കത്തില്ല. അതിനാലാണ് കൂടെ ഒരു സഹയാത്രികനെ കൂടെ കൂട്ടാൻ എനിക്ക് കഴിയാത്തത്. പലപ്പോൾ യാത്ര 1 ദിവസത്തേക്ക് കൂടെ നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ നേരത്തെ അവസാനിപ്പിക്കുകയോ ചെയ്യേണ്ടി വരും. തൂത്തുക്കുടി യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ജില്ലയുടെ വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്